ഹലോ, എന്തിന്റെ വിശേഷം? സുഖാണോ? സുഖാണോ? നല്ല തണുത്ത വെള്ളോ. ഇപ്പൊ പോണോ? ഞാൻ റെഡിയാ. വണ്ടി ഇങ്ങോട്ട് പോവില്ല. വണ്ടി നമ്മൾ കാറ് പോവില്ല. ഇവിടേക്ക് ആൾക്കാർ നിൽക്കുന്നുണ്ടോ കാണാൻ? അത് ശരിക്കും നല്ല സ്ഥലം. നമ്മളെന്തിനാ വേറെ സ്ഥലത്തേക്കൊക്കെ പോണേ? നിങ്ങൾ എന്തിനാണ് ഈ ഊട്ടിയിലൊക്കെ പോയത്? ഞങ്ങളുടെ കാണിച്ച സൈഡിലേക്കൊക്കെ. എന്റെ പൊന്നെ, എവിടേക്ക് ആൾക്കാർ നോക്കുന്നുണ്ടോ? നല്ല ചൂടൻ പാലട. അതെ, അത് മഴയത്ത്. പോയാലോ? ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് വേണ്ടി വരും. ഗുഡ് മോർണിംഗ്. അപ്പോൾ അതെ, ഇന്ന് രാവിലെ തന്നെ ഞാനും അളിയനും കൂടിയും കോഴിക്കോട് പോകണം കേട്ടോ. കോഴിക്കോട് അളിയൻ്റെ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോകണം. വേറെ ആരെയും കൊണ്ടുപോകണം. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോകണുള്ളൂ. അല്ല സ്റ്റീവേ? കൊച്ചിന് വിഷമത്തില്ല, കൊച്ചു ചിരിക്കണ്. അളിയെ പോവാ. ഇത്രയും നേരം നല്ല സൂപ്പർ മഴ. സൂപ്പർ മഴയുണ്ട്. ഇവിടെ ഒക്കെ വെള്ളം ആകെ കെട്ടി എന്തോ പോലെയായി. ഇവിടെ ഈ വഴിയിലത്തെ വെള്ളം ഫ്രണ്ടിൽ എൻ്റെ തടാകം പോലെ കിടക്കണ. എന്തായാലും അല്ല, വീട്ടിൽ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞൂടി. ഇന്ന് രാവിലെ അടിച്ചാ ഉണ്ടോ? അപ്പോൾ എൻ്റെ വീട്ടിൽ ഇച്ചിരി കുറഞ്ഞുണ്ട്. ഇന്നലെ അളിയൻ ഫുൾ ക്ലീൻ ചെയ്ത് എല്ലായിടത്തും കോരി കൊണ്ടുപോയിരുന്നു. മഴക്കാർ നല്ല കാര്യമായിട്ട് തന്നെയുണ്ട്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് കോഴിക്കോട് നിന്ന് പോണ വഴിക്ക് പറയാം. അറിയില്ല, വേഗം പോവാൻ പറഞ്ഞു. ഞങ്ങൾ എന്തിനു ഓടിക്കണേ? അതൊക്കെ വരും. പോയി അവിടെ കറങ്ങി കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പോരും കേട്ടോ. അടിപൊളി മഴ പറഞ്ഞു. അടിപൊളി മഴയുണ്ടോ. വഴിയൊക്കെ മുങ്ങിയാണ് വെള്ളമൊക്കെ. ഞങ്ങളിപ്പോ മുരിങ്ങൂര് എത്താൻ പോണം. ചാലക്കുടി മുരിങ്ങൂര്. വഴിയൊന്നും കാണില്ല, മൊത്തം വെള്ളത്തിൽ മുങ്ങി കിടക്കാം. നല്ല മഴ, നല്ല മഴ. സൂപ്പർ മഴ. വെള്ളം ഒഴുകാണ്. ഇന്നലെ ഒരു എന്തിനു നല്ല ക്ലൈമറ്റ് ആയിരുന്നു അളിയാ. എന്നിട്ട് നമ്മൾ ഇന്ന് പോവാൻ നിന്നൂലേ. മഴയൊക്കെ കണ്ടു പോകല്ലോ. മറ്റേ വേണം കിട്ടിയല്ലേ. ആസ്വദിച്ചു. അല്ലാണ്ട് ആസ്വദിച്ച് പോകും. മിക്കവാറും ആസ്വദിച്ച് പോകും. ഒന്നും കാണാൻ മേല. വൈപ്പറിലൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞപ്പോ അത്രയും മഴത്തുള്ളി വീണോണ്ടിരിക്കുന്നുണ്ട്. റോഡാണ് നല്ല ബ്ലോക്ക്. സ്ട്രോങ് ആട്ടോ മഴ, നല്ല സ്ട്രോങ് ആണ്. അപ്പൊ ആ ഒരു പട്ടി വരുന്നിരിക്കാനത് കാണാമോ? കൂളായിട്ട് നടന്നു പോയി. അങ്ങനെ ഞങ്ങൾ 2 ലോട്ടറി എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മള് മലയാളിമാരവിടെ. നമ്മളല്ല, ഞാൻ. അതായിരിക്കും അടിക്കുക. നമുക്ക് നോക്കാം. ലോട്ടറി അടിക്കുന്നുള്ള പ്രതീക്ഷയിൽ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചോണ്ടിരിക്കാണ് ഇവിടെ. കിട്ടുവോ? മിനിഞ്ഞാന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നും കിട്ടിയില്ല. 2 നമ്പർ അങ്ങോട്ട് മാറിപ്പോയി. ചാലക്കുടിന്ന് ഇങ്ങോട്ട് കടന്നിട്ടുള്ളൂ കേട്ടോ. എന്നാൽ അത്യാവശ്യം നല്ല വലിയ പമ്പാണ്. പുറത്തേക്ക് കൊണ്ടോ. 4315 രൂപ. ഇന്നത്തെ പെട്രോളിന്റെ അല്ല ഡീസലിന്റെ വില 94.85. എന്ത് കഷ്ടമാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ. കുണ്ടും കുഴിയും. എന്നിട്ടാണ് വണ്ടിയുടെ പകുതിയോളം താന്നു പോണു കുഴിയിലേക്കൊക്കെ. നമ്മുടെ നാട് വളരെ ബാക്കിലേക്ക് പോകുന്നു ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. കുറെ കാര്യത്തിലൊക്കെ കുറെ മുന്നിലേക്കൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിലത്തെ റോഡ് ആദ്യം ക്ലിയർ ആക്കണമായിരുന്നു. അതെ, ഞാൻ ഈ കൂടെ പോകുമ്പോൾ എല്ലാ വീഡിയോയിലും ഇത് പറയണ്ട കേട്ടോ. പക്ഷെ നമ്മുടെ വീഡിയോ കാണാൻ ആരും ഇല്ലാത്തോണ്ട് ആരും കാണുന്നില്ല. ദയനീയ അവസ്ഥയാണ്. മഴക്കാലം കൂടെ ആയി കഴിയുമ്പോ ഒരു രക്ഷയില്ല. അപ്പൊ ഇത് കൂടെ സ്ഥിരം പോണവർക്ക് അറിയാം റോഡിന്റെ അവസ്ഥ എങ്ങനെയാണ്. ദയനീയ അവസ്ഥ ശരിക്കും. ഒന്നും ചെയ്യുന്നില്ല പറയാനില്ല. നല്ല നല്ല കാര്യങ്ങൾ കുറെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഭയങ്കര അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഇവരെന്ത് നേരത്തെ ചെയ്ത് തുടങ്ങാത്ത പോലെ മഴ പിടിക്കുമ്പോഴും ഇങ്ങനെ. ഇനിയിപ്പോ ഈ മഴക്കാലത്ത് മുഴുവൻ ഇങ്ങനെ കിടക്കില്ലേ? കിടക്കും. അപ്പൊ അങ്ങനെ നമ്മളിത് പാലിയേക്കര ടോളിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്ര സൈഡ് നല്ല അടിപൊളി റോഡുണ്ടോ. ഇവിടെ വെള്ളക്കെട്ടായി. ചിലയിടത്തൊക്കെ ഭയങ്കര എന്താ പറയാ, പുഴ പോലെ വെള്ളം കിടക്കണ.
അപ്പൊ ഞാനും അളിയനും മാത്രമുള്ള ഒരു കോഴിക്കോടൻ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. മഴയത്തുള്ളൊരു യാത്ര. മഴയത്തുള്ള യാത്ര. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി കൊടുക്കുന്ന മഴയാണ്, പക്ഷെ രസമുണ്ടോ? ഇപ്പൊ മഴയൊന്നും ഇല്ല, ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. എന്നാലും ഇറങ്ങിയപ്പോ എന്നായിരുന്നു മഴ. പിന്നെ ഈ സ്ഥലം സമയമുണ്ടല്ലോ. അതെ, ഇനി സമയമുണ്ട് മഴ പെയ്യാൻ കിട്ടാനും. പിന്നെ ആകെ ഒരു ആശ്വാസം, ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഞങ്ങളൊരു കോടിപതി ആകുന്നു. ആ പോസ്റ്റ് ഇടിച്ചു ചേർത്തിട്ട് പോയത് ഇടിച്ചിട്ട് ബമ്പരത്തിട്ട് ബാരിക്കേഡ് തകർത്ത വണ്ടിയില്ലേ? അതിനെ പറ്റി ഇരുന്നിട്ട് പേപ്പറിട്ട് അയാള് കണ്ടില്ലായിരുന്നത്? അയാള് കണ്ടില്ല. അല്ല, ഈ സാധനം പൊന്തി കഴിഞ്ഞ ശേഷം ഒരു വണ്ടി കടന്നു പോയല്ലോ. ഒരു വണ്ടി കടന്നു പോയി കഴിഞ്ഞപ്പോ പിന്നെ അടയാനായിട്ട് ലേറ്റ് ആയിപ്പിക്കും. ഇവനോട് ഓടിച്ചെന്ന് കടക്കാൻ പോയതാ ഒറ്റയടി. പക്ഷെ ടോള് കട്ടായിട്ടുണ്ട് ആളുടെ ഇടിച്ചു തീർക്കി പോയതേ. ഇതായി പോയി. അതിപ്പോ എന്തോ അവര് ടേപ്പൊക്കെ ചുറ്റി വെച്ചേക്കെന്ന് തോന്നുന്നു. അവിടെ ഇടിച്ചാൽ വണ്ടിക്കൊന്നും പറ്റില്ല, അതങ്ങോട്ട് ഒടിഞ്ഞു പോകും. എന്താ കാർബോർഡിന്റെ പോലത്തെ സാധനം തോന്നുന്നു. അത് നേരെ അകത്തേക്ക് കയറി പോയില്ലേ? അടിപൊളി. ഇത് ആർക്കും സംഭവിക്കാന്നാണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങള് നെട്ടിശ്ശേരി ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ പതുക്കനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പാടത്തിന്റെ സൈഡിൽ കൂടെ. നെട്ടിശ്ശേരി ഗ്രാമത്തിൽ ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതാ ഞങ്ങൾ ഈ വഴി കൂടെ പോവുകയാണ്. നല്ല രസമുള്ള സ്ഥലം ഉണ്ടോ? കമന്റ് ചെയ്തോളൂ ഞങ്ങൾ ഇവിടെയാന്നൊക്കെ. അടിപൊളി, നല്ല സ്ഥലം. പാടത്തിന്റെ സൈഡ്, ആ സൈഡൊക്കെ നോക്കി അങ്ങോട്ട് വാ, ഫുൾ എന്തോ ഒരു ഏരിയ അല്ലേ കിടക്കണേ. അടിപൊളി. നമ്മുടെ പാടത്തിന്റെ വ്യൂ വേറൊരു വ്യൂ, ഇവിടുത്തെ പാടത്തിന്റെ വ്യൂ വേറൊരു വ്യൂ. കണ്ടോ, അവിടെ അറ്റത്ത് മലയും അങ്ങനെയൊക്കെ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. രണ്ടു വശവും ഒരുപോലെ അങ്ങ് ദൂരത്ത്, കണത്താ ദൂരത്ത്. അടിപൊളി. പ്രകൃതി സ്നേഹികൾക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലം. ചാടി ഭാഗ്യം ചാടിയില്ല. ഒരു കട്ടർ ഇങ്ങനെ ആദ്യമായിട്ട് കണ്ടുള്ളൂ ഈ വഴി കേട്ടോ. ബാക്കിയെല്ലാം നല്ല വഴിയാണ്. വയലിൽ കൂടെ അങ്ങനെ പോകുന്നെങ്കിലും നല്ല വഴി തന്നെയല്ലേ. സൂപ്പർ വഴി. അപ്പൊ അങ്ങനെ ഞങ്ങള് വന്നത് വടക്കാഞ്ചേരി പള്ളിയുടെ അടുത്ത് എത്തിയിട്ടാ. എങ്ങോട്ട് പള്ളി? അടിപൊളി പള്ളി കേട്ടോ. പ്രഥമ ദിവ്യബലി അർപ്പണവും. അതെ, സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ചർച്ച് വടക്കാഞ്ചേരി. ഈ വളവിലോ നല്ല വ്യൂ അല്ലേ. പൗരോഹിത്യ സ്വീകരണവും പ്രഥമ ദിവ്യബലി അർപ്പണവും കഴിഞ്ഞു പോയതുണ്ടത് മെയ് 7 എന്നിട്ട് അതിലും നല്ല പള്ളി. ഏറ്റവും മുകളിൽ ഫ്രാൻസിസ് സേവിയർ നിക്കണ്. ഞങ്ങൾ അങ്ങനെ വന്ന് വടക്കും മുറി വേല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടാ. ഇവിടെയുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ തൃപ്പൂറ്റ ക്ഷേത്രം. ഇവിടെയും ഫുള്ള് പാടമുണ്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് പാടത്തിന്റെ സൈഡിൽ അമ്പലം ഇതൊക്കെ കൂടി കണ്ടപ്പോൾ അങ്ങനെ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തിയതാ. നല്ല വീട്. അവിടെ എന്തോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകണ്ട വെച്ചു. ഇവിടെ എത്തിയപ്പോഴെ കണ്ടേ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, ശ്രീ തൃപ്പൂറ്റ ക്ഷേത്രം. ഇപ്പം ഞങ്ങളങ്ങനെ വന്ന് ഏതോ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ പാലട പായസം എഴുതി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അവിടേക്ക് ഇറങ്ങിയേക്കാണ്. ലുക്മാനിയ പാലട പ്രഥമം പായസം. അങ്ങനെ ഞങ്ങളിത് പാലട കഴിക്കാനായിട്ട് വന്നേക്കാം. മഴയത്തൊരു പാലട പായസം. അപ്പം ഞങ്ങളങ്ങനെ ഇവിടുന്ന് 2 ഗ്ലാസ് പായസം കുടിച്ച് ഇവിടുന്ന് പോകണ്ട. ഒരു സ്ഥലം നെല്ലിക്കുത്ത് എന്നുള്ള സ്ഥലത്തെ നമ്മുടെ മുഹമ്മദ് കുട്ടിച്ചേട്ടൻ്റെ കടയിൽ നിന്നാണ് നമ്മൾ പായസം കുടിച്ചത്. അടിപൊളി പായസമായിരുന്നു. പാലട മാത്രം ഉണ്ടാവും. എന്നും പാലട തന്നെ അടിപൊളി. 30 രൂപ ഒരു ഗ്ലാസ്. അതെ, അത് മഴയത്ത് പോയാലോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ഗ്ലാസ് വേണ്ടി വരും. നമ്മള് മുമ്പത്തെ കോഴിക്കോടൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്.
പ്ലാസ്റ്റിക് റബ്ബർ വെട്ടുന്ന സമയത്ത് വെള്ളം ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി. അവര് വെട്ടില്ല അല്ലേ? ഓക്കെ. ഈ വഴി കൂടെ പോകുമ്പേ ഒന്ന് കയറി കുടിച്ചു നോക്കിക്കോളൂ. പാലട മാത്രമേ ഉള്ളൂ. പക്ഷെ മഴയുള്ള സമയത്ത് കുടിക്കണം. മഴയുള്ള സമയത്ത് കുടിച്ചാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആക്ച്വലി ഞങ്ങള് പോണ വഴിയിൽ ഹോട്ടൽ അന്വേഷിച്ച് കുറെ നേരം നടക്കണ്, ഒന്നും കണ്ടില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങൾക്കൂടെ ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് വരണേ ഉള്ളിക്കൂടെ വരണേ. ഇവിടെ 9 കിലോമീറ്റർ ഉണ്ടാവും മഞ്ചേരിക്ക്. നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാം. അതെ, മഞ്ചേരിയുടെ ബോർഡ് അവിടെ ഉണ്ട്. മഞ്ചേരി മലപ്പുറം. അത് തന്നെ. അപ്പൊ പോവാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെ വന്നത് നമ്മുടെ ഹോട്ടൽ സിന്ദഗിയിൽ കയറിയിട്ടുണ്ട്. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാട്ടോ? മഞ്ചേരി തന്നെയല്ലേ? മഞ്ചേരിയാണ് സ്ഥലം. ഹോട്ടൽ സിന്ദഗി. ഇനി ഇവിടുന്ന് ബിരിയാണിയും കഴിച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയും അച്ചാറും സർലാസും. പിന്നെയല്ല, പക്ഷെ വെള്ളം കൊണ്ടുവന്ന പാത്രമൊന്നും മര്യാദ കഴുകിയിട്ടില്ല. അതിൻ്റെ സൈഡിലൊക്കെ, സ്റ്റീൽ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഭയങ്കര അഴുക്കൊക്കെ ഇരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡോക്ടറോട് ചോദിച്ചു, എന്തായാലും അളിയനും പെങ്ങളൊക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ ഡയറ്റിൽ നിന്ന് ചെറുതായിട്ടൊന്നും ബ്രേക്ക് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക. കാരണം ഇപ്പോൾ മിടുവിൻ്റെ ബർത്ത്ഡേ തന്നെ, അത് കഴിയുമ്പോൾ ഞങ്ങൾ ഓരോ വീടുകളിലേക്ക് ഇങ്ങനെ അവിടെ ഇടയ്ക്കൊക്കെ പോകണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു പോകും. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഒരു 2 ആഴ്ചത്തെ ഒരു ഗ്യാപ്പ് തന്നിട്ടുണ്ട്. ഇപ്പം 2 ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് 10 കിലോ കൂട്ടിത്തരാം. 2 ആഴ്ച കൊണ്ട് 10 കിലോ കൂട്ടിത്തരാം. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഭക്ഷണം കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഭയങ്കര സൂപ്പറൊന്നും അല്ലായിരുന്നു, ഒരു ആവറേജ് ഭക്ഷണം, അത്രേ ഉള്ളൂ. വിശപ്പ് ഉള്ളതുകൊണ്ട് കഴിച്ചു. അതെ, എന്നാലും നമ്മുടെ ആ പാലട പ്രഥമനല്ലേ, ആ സാധനം പറ്റിച്ചു കളഞ്ഞത്. അതെന്ത് വയറ് നിറഞ്ഞു? അതുകൊണ്ടത്തേക്കും വേഗം അവസാനത്തേക്കും വയറ് നിറഞ്ഞു. അപ്പൊ എന്തായാലും ഇനി നേരെ അനിലേട്ടന്റെ നാട്ടിലേക്ക് പോകാൻ പോവാണ്. കൊയിലാണ്ടി 70 കിലോമീറ്റർ, താമരശ്ശേരി കൊയിലാണ്ടിക്കല്ല പോകുന്നത്, തിരുവമ്പാടി പോകും നേരെ. മുക്കം 29 കിലോമീറ്റർ, താമരശ്ശേരി 43 കിലോമീറ്റർ. ഞങ്ങളങ്ങനെ വന്ന് മുക്കത്ത് എത്തിട്ടോ, കോഴിക്കോട് മുക്കെത്തി. ഇവിടെ എത്തിയപ്പോഴേക്കും മഴ വീണ്ടും സ്റ്റാർട്ടായി. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. ഞങ്ങളിവിടെ നിൽക്കുന്നത് നമ്മുടെ നഹ്ദി കുഴിമന്തിയുടെ തൊട്ട് മുമ്പിലാണ്. ഇവിടെ ബ്രദേഴ്സ് ഒരു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ അനിലേട്ടൻ എന്താ ചിപ്സും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അനിലേട്ടൻ അങ്ങോട്ട് പോയേക്കാണ്. അപ്പം ഞാൻ വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക, മഴ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. നല്ല മഴ, സൂപ്പർ മഴ. ഞങ്ങളങ്ങനെ വന്ന് തിരുവമ്പാടി കഴിഞ്ഞ് പുന്നക്കലിലേക്ക് പോകുന്ന റോഡിലെത്തിട്ടോ. അവിടെ കണ്ടോ എന്ത് രസം അറിയോ, മലയുടെ മുകളിൽ മേഘങ്ങളൊക്കെ ഇങ്ങനെ പതുക്കനെ ഒഴുകി നടക്കണേ, അടിപൊളി വ്യൂ. അപ്പൊ അനിലേട്ടൻ്റെ കസിൻസിന്റെ വീട്ടിലൊക്കെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കണ്ടപ്പോ ഒന്ന് നിർത്താൻ തോന്നി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, സൂപ്പർ, അടിപൊളിയാട്ടോ, അടിപൊളി. ഇറങ്ങിക്കൊന്ന് കാണ്, നമ്മുടെ സ്ഥലമല്ലേ, നമ്മുടെ സ്ഥലമാണ്. എന്ത് രസം അറിയോ, ഈ ക്യാമറ കൂടെ എങ്ങനെ കാണുന്ന അറിയില്ല, പക്ഷെ എങ്കിലും ആ ഒരു ഇതൊക്കെ നല്ല അടിപൊളി. ആ പുന്നക്കലെത്തിട്ടോ. അപ്പൊ ഇവിടെ ഒരു തോട് പോകണുണ്ട്, ഇപ്പൊ നിർത്തിയതാണ്, ആഴൊന്നുമില്ല. ഇത് പുന്നക്കലുള്ള ഒരു പാലാണ്. പാലത്തിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ നല്ലൊരു വ്യൂ. അവിടെ നിന്ന് ഒഴുകി വരുന്ന തോട്. ഞാൻ കാണുന്ന ഓരോ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളൂ കേട്ടോ. ഉരുളം കല്ലുകളൊക്കെ ഉണ്ട് കുറെ. ഇത് മറ്റേ മരല്ലേ, കൊക്കോ മരങ്ങൾ. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ചെറുത്. എവിടെ? ആ പക്ഷെ ഇതല്ലല്ലോ, ഇതിന് വലിപ്പം വെക്കില്ലേ? ഇതെന്താ കേടായതൊന്നും. പക്ഷെ ഞാൻ കണ്ടേക്കുന്നല്ല ഭയങ്കര സൈസുള്ള കൊക്കോണ്. ഭയങ്കര സൂപ്പറായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേട്ടാ. ഞാൻ നേരത്തെ കാണിച്ച തോടൊക്കെ ഒഴുകി വരുന്നത് പിടിക്കാന്ന് പറഞ്ഞു.
ഇത് അനിലേട്ടൻ്റെ ആരാണ്? അമ്മാവൻ്റെ മോൻ്റെ. എവിടെയായിട്ടാണ് വെള്ളച്ചാട്ടം? അമ്മേ അപ്പ അമ്മേ ഇവിടെ ഒക്കെ കൊക്കോ മരങ്ങളുണ്ട്. എന്റെ പൊന്നെ സൂപ്പർ. ഇനി ഒന്നും പറഞ്ഞാ കേൾക്കില്ല കേട്ടോ. അടിപൊളി. നല്ല തണുത്ത വെള്ളോ. പിന്നെ വഴി കടന്നു പോലെ ഞങ്ങൾക്ക് ഈ കക്കാടംപോയിൽ വരെ പോണം. ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്. ഹലോ ഹായ്. നമ്മുടെ കണ്ണിന് എന്തോ പറ്റി. ഹലോ എന്തിന്റെ വിശേഷം? സുഖാണോ? സുഖാണോ? അപ്പൊ ഞങ്ങൾ അങ്ങനെ ആ വെള്ളച്ചാട്ടം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകണ്ട. കക്കാടം പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണേ. കൂടരഞ്ഞി കഴിഞ്ഞിട്ടുള്ള സ്ഥലം. കൂടരഞ്ഞി കഴിഞ്ഞിട്ട് കക്കാടം പൊയിൽ. തിരുവമ്പാടി കൂടരഞ്ഞി കക്കാടം പൊയിൽ. ഇവിടെയുള്ള ആൾക്കാർക്ക് സ്ഥലമൊക്കെ നല്ല പരിചയമായിരിക്കട്ടെ. പറയണ കേൾക്കുമ്പോ നിങ്ങൾ ഈ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇത് അനിലേട്ടന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ അവിടെ എന്തിന്റെ കാഴ്ച ഉള്ളതെന്ന് അറിയില്ല. പക്ഷെ സമയം അതെ 5:30 ഇരുട്ടായി തുടങ്ങി. നേരത്തെ വരണ്ടായിരുന്നു. ഇങ്ങനത്തെ കാഴ്ച കൂടി ഉണ്ടാവും നമ്മൾ വിചാരിക്കും. എന്നിട്ടായാലും നല്ലൊരു ട്രിപ്പാണ്. അപ്പൊ പറ്റുന്ന അനിലേട്ടന്റെ കസിൻസിന്റെ വീട്ടിലേക്ക് നമ്മൾ കയറണേ. അപ്പൊ നമ്മളിങ്ങനത്തെ കാഴ്ചകളുള്ള സ്ഥലമൊക്കെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ നോക്കണേ കേട്ടോ. അല്ലേ? അത് തന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നീ അതെ. അപ്പൊ ഞങ്ങള് നേരെ പോവാണ്. എന്തിനാ സ്ഥലത്തിന്റെ പേരായിരുന്നു? കക്കാടം പൊയിൽ. മിക്കവാറും ലേറ്റ് ആവും. അതെ നോക്കട്ടെ. ഇരുട്ടായില്ലെങ്കിൽ കാണിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കൂടരഞ്ഞി എത്തിയിട്ടാ. കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ മുന്നിൽ തന്നെ നമ്മുടെ ക്രിസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് നമ്മുടെ സൂപ്പർ നല്ല അടിപൊളി പള്ളിയുടെ അടുത്ത് ഗ്രൗണ്ടും സ്കൂളൊക്കെ ഒന്ന് തോന്നും. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള പള്ളി. അപ്പം അങ്ങനെ അതെ പള്ളിയുടെ അടുത്തേക്കൊക്കെ വന്നു. പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുന്നില്ല, കാരണം സമയമില്ല അനിലേട്ടന്. ഇനി വേറെ 2-3 വീട്ടിലൊക്കെ കയറാനുണ്ട്. അപ്പം നമ്മുടെ പിന്നീ കാണുന്നുണ്ടോ പള്ളി മുന്നിൽ തന്നെ. ദേ ഇവിടെയൊക്കെ രൂപങ്ങളും നല്ല രസമുള്ള അടിപൊളി പള്ളി. അടുത്തായിട്ടാണ് നമ്മുടെ ഗ്രൗണ്ട്, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഗ്രൗണ്ട്. ദേ ഇവിടെ തന്നെ ഉണ്ട് സൈഡിൽ. ഇവിടെ ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഏരിയയിലുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. അപ്പൊ അങ്ങനെ ഞങ്ങള് നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വഴി ഒരു രക്ഷയില്ല കേട്ടാ. എന്ത് രസം നോക്കിയ കോടയും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്.
അത് ശരിക്കും നല്ല സ്ഥലം. നമ്മളെന്തിനാ വേറെ സ്ഥലത്തേക്കൊക്കെ പോണേ? നിങ്ങൾ എന്തിനാണ് ഈ ഊട്ടിയിലൊക്കെ പോയത്? ഞങ്ങളുടെ കാണിച്ച സൈഡിലേക്കൊക്കെ എന്റെ പൊന്നെ എവിടെ ആൾക്കാർ നോക്കുന്നുണ്ടോ? എവിടെ കാണിക്കണ്ടേ? അടിപൊളി. സൂപ്പർ സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലം. ഒന്നും കാണാനില്ല, മൊത്തം കോട. വെറുതെ ഞങ്ങൾ ഊട്ടിക്ക് പോയല്ലോടാ. ശരിക്കും നമ്മുടെ നാടിനെ വിട്ട് കളഞ്ഞ് നിങ്ങൾ എന്തിനാ ഊട്ടിക്ക് പോയത്? ഇത്രയും നല്ല സ്ഥലം ഇവിടെ ഉണ്ടായിട്ട്. കക്കാടം പോയിലേക്ക്. കക്കാടം പൊയിൽ. കക്കാടം പൊയിൽ, തിരുവമ്പാടി കൂടരഞ്ഞ് കക്കാടം പൊയിൽ. സമയം വെറും 6 മണി ആയതുള്ളൂ. ലൈറ്റ് ഇട്ട് പോകാണ്ട് പറ്റിയല്ല, കണ്ടോ? സൂപ്പർ സൂപ്പർ. എനിക്കിവിടെ നിർത്താൻ ഇതാവണല്ലോ, കാരണം ലേറ്റ് ആവണ കാരണം. അതുകൊണ്ടാ വേഗം പോണേ. ഇവിടേക്ക് എന്തായാലും ഒരു ദിവസം ഞാൻ പിന്നീട് വരും. സ്ഥലം നോക്കണ്ടേ? അപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഏരിയയിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. അടിപൊളി, സൂപ്പർ. ഞങ്ങളങ്ങനെ അതെ കക്കാടംപോയിൽ എത്തിയിട്ടാ. ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. വന്ന വഴിയിലൊന്നും എനിക്ക് നിർത്താൻ പറ്റിയില്ല, കാരണം കണ്ണ് ശരിക്കും കാണില്ല, അങ്ങനെ നല്ല കോടയായിരുന്നു. ഇതേ കക്കാടംപോയിൽ സെൻറ്റ് മേരീസ് LP സ്കൂള്, LP ആൻഡ് UP ഹൈസ്കൂള്. ഇവിടെ മുകളിൽ പള്ളിയുണ്ട്. ഇതാണ് നമ്മുടെ അളിയന്റെ ഫ്രണ്ട്. ഇവരൊക്കെ UP ഒരുമിച്ച് വർക്ക് ചെയ്യണവരാണ്. ഞങ്ങളുടെ കൂടെ പഠിപ്പിക്കുന്ന സാറാണ്. ഈ ചേട്ടന്റെ സ്ഥലമാണിത്. ഭാഗ്യവാന്മാര്. തലക്ക് ചെറിയൊരു ആക്സിഡന്റ്. എന്തായാലും കൊള്ളാട്ടോ, അടിപൊളി സ്ഥലം. നമ്മുടെ കക്കാടംപോയിലുള്ള ആരെങ്കിലും വീഡിയോ കാണണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ, ഭാഗ്യവാന്മാര്. മൊത്തം കോടയുണ്ടോ, ഫുള്ള് കോട. ഇതാണ് നമ്മുടെ കക്കാടംപോയില് പള്ളിട്ടാ. ശരിക്കും ഇപ്പം ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയാണ്. ഇതിൻ്റെ അപ്പുറത്താണ് മലപ്പുറം എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു അങ്ങാടി ഉണ്ട്, അങ്ങാടിയുടെ അപ്പുറത്ത് മലപ്പുറം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ മലപ്പുറത്തെ ഊട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അപ്പം ആ സെയിം ഏരിയ തന്നെയാണെന്ന് തോന്നുന്നത്. അതായത് അപ്പുറത്തെ സൈഡ് മലപ്പുറം, ഇപ്പുറം കോഴിക്കോട്. ഇതാണ് കക്കാടംപോയിൽ അങ്ങാടി. കക്കാടംപോയിൽ അങ്ങാടി ആയിട്ടോ. അങ്ങാടിയുടെ അപ്പുറത്ത്, അങ്ങാടി കാണാനല്ല ഭംഗി, അങ്ങാടിയുടെ അങ്ങോട്ട് നോക്ക്. അവിടെ ഒരു പാറയുണ്ട്. എവിടെ? കുറച്ച് ഇടത്തോട്ട് പോയിക്കോ. അതുണ്ടോ സ്കൈ വേവ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടോ? ഒരു സ്കൈ വേവ്. അല്ല അങ്ങോട്ടല്ല, നമുക്ക് കുറച്ചും ഇങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാം. ലെഫ്റ്റ് പോട്ടെ. റിസോർട്ടുകൾ ഇവിടെ. ആ ഒരു പാറയില്ലേ, ആ പാറ കേൾക്കാൻ ആൾക്കാർ വരും. പാറയുടെ മണ്ട വരെ കയറാം. അവിടെ നടന്നു കയറാം. അതിലെ കേരള വഴിയുണ്ട്. അത് കണ്ട ആ വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്ത് അവിടെ പോകും, നടന്നു കയറും അവിടേക്ക്, ആ പാറയിലേക്ക്. ഇത് പള്ളി കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പാറ കണ്ടോ, ആ പാറയമ്മേക്ക് നമുക്ക് വണ്ടി അവിടെ വരെ പോകുമെന്ന് പറഞ്ഞത്. അറ്റത്ത് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നടന്ന് കയറാം. ആ പാറയുടെ മുകളിലേക്ക് പോകാനൊക്കെ പറ്റും. ഇപ്പം ഞങ്ങൾ പോകുന്നില്ല, ലേറ്റ് ആയതുകൊണ്ട്. എന്തായാലും കുറേ ആൾക്കാരുണ്ട്. ആ പാറയുടെ തുമ്പത്തൊക്കെ ആൾക്കാരുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇത്രയെങ്കിലും സൂമിങ് ഉള്ളൂ. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ എന്ന് തോന്നുന്നു. ഇവിടെ നിന്നാണെങ്കിൽ കോട ഇങ്ങനെ ഒഴുകിക്കൊണ്ട് നിൽക്കണം. ഇനി ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇത് ശരിക്കും മലപ്പുറം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് കോഴിക്കോടായിരുന്നു. ഞങ്ങളൊക്കെ വീടിരിക്കുന്ന കോഴിക്കോടാ. ഇപ്പൊ നമ്മള് മലപ്പുറത്തെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇവരിവിടെയുള്ള ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞ ഏതോ കാടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോണോ? വണ്ടി ഇങ്ങോട്ട് പോവില്ല. വണ്ടി നമ്മൾ കാറ് പോവില്ല. വണ്ടി ഇവിടെ ഇട്ടിട്ട് വേണ്ട, നമുക്ക് വേറെ ദിവസം പറയാട്ടോ. തീർച്ചയായിട്ടും എന്തായാലും വേറെ ദിവസം പറഞ്ഞു. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് മലപ്പുറത്ത് ഊട്ടി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വിട്ട് കളഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴാണ്
അബദ്ധവശാൽ വന്ന് പെട്ടത് ഇവിടെ. പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഒരിക്കലും ഇല്ല. ഒരു ദിവസം നമുക്ക് എല്ലായിടത്തും പോവാം. അടിപൊളി. അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മള് നേരത്തെ ഇങ്ങോട്ട് അടുത്ത വർഷമൊന്നുമില്ല, ഇതിനു മുമ്പ് വരണം. അത് മതി. ഓക്കെ. ഓഫ് റോഡ് ജീപ്പൊക്കെ ആയിട്ട് ഒന്ന് പൊളിച്ചടി മുകളിലേക്ക് വഴിയുള്ളതാ. ഇപ്പൊ എല്ലാം വഴിയെല്ലാം ഒന്നായി. സൈഡ് നല്ല നല്ല ഒരു കല്ലുണ്ട്. ഇവിടെ ആനയോ അങ്ങനെ സാധനമൊന്നുമില്ല. ആനയുണ്ട്. ഈ കാട് കഴിഞ്ഞ അപ്പുറത്തെ കാട് ഇങ്ങോട്ട് ഇറങ്ങിയല്ല അപ്പുറ സൈഡിൽ. ഇതാണ് നമ്മുടെ ഫോഗി മൗണ്ടൻ അമ്യൂസ്മെന്റ് പാർക്ക്. കൊള്ളാം. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാർ. അല്ലെങ്കിൽ നമ്മൾ ഇതിലെ നിങ്ങൾക്ക് ഇത് കാണുമ്പോ ഒന്നും തോന്നണ്ടാവില്ലല്ലേ? നമ്മളെങ്ങനെ നേരെ നമ്മളതിലേക്ക് കയറി വന്നു. ഈ ആൾക്കാർ ഈ വണ്ടികളൊക്കെ ഇനി പോകാനുള്ളതാ. അത് പോകാനുള്ള കയറാൻ വേണ്ടി ഒന്ന് പാർക്കിലേക്ക് വന്നാൽ മതി. ഫോഗി മൗണ്ടൻ കക്കാംപോയിൽ. കക്കാടം. അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് തിരിച്ച് വീണ്ടും കക്കാടംപോയില് ജംഗ്ഷനിലേക്ക് എത്തി. കടയിലൊക്കെ ഭയങ്കര തിരക്കാണല്ലോ. ഒക്കെ ഈ പറഞ്ഞ ആൾക്കാരായിരിക്കും അല്ലേ? ഒക്കെ പുറത്തുനിന്ന് വരുന്നതല്ല. തിരക്ക് തീരെ കുറവാണ്. സൺഡേ ആയിരിക്കോ? നമ്മളങ്ങനെ നേരത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചില്ലേ? അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ ബിപിൻ സാറിന്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. ബിപിൻ സാർ എന്ന് പറയുന്നത് നമ്മുടെ തലേമ കെട്ടുണ്ടായിട്ട് ഒരു ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായില്ലേ? അപ്പൊ പുള്ളിയുടെ വീട്ടിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു, കപ്പയും ഇതൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ പള്ളിയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പള്ളിയുടെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ക്യാമറയിൽ അത് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റണല്ലോ. എന്തായാലും നല്ല രസമുണ്ട്, നല്ല ഫുൾ വാം ലൈറ്റ്, അടിപൊളി. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റായിട്ട് നമ്മുടെ കോടഞ്ചേരിയിലുള്ള അനിലേട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അവിടുന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പോരുന്ന വഴിക്ക് മഞ്ചേരിയിലുള്ള ലൈക്ക റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അടിപൊളിയായിട്ട് ഭക്ഷണവും കഴിച്ച് തന്നെ പോകുന്നത്. അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. മുകളിലൊക്കെ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട് എത്തിയിട്ടാണ്. സമയം 3:15 വെളുപ്പിന്. എന്തായാലും വേറെ ബ്ലോക്കോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷേ നല്ല മഴയായിരുന്നു, നല്ല സ്ട്രോങ് മഴയായിരുന്നു. എന്തൊക്കെയായാലും കുഴപ്പങ്ങളൊന്നും കൂടാതെ വീടെത്തി. അപ്പം ഇനി വേറെ വീഡിയോ കൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ബൈ ബൈ.